കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിൽ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. കൂരിൽ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ അനുഗ്രഹിച്ചതിനായി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അനുദിന ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ലമെന്റ് ഓഫ് ദ ലോൺലി, ഒറ്റപ്പെട്ടവന്റെ വിലാപം. സങ്കീർത്തനങ്ങൾ 142 അതിൻ്റെ 1-2 വാക്യങ്ങൾ. സാം 142 1 and 2 വേഴ്സസ്. ഞാൻ കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ കർത്താവിനോട് യാചിക്കുന്നു. ഐ ക്രൈഡ് unto the Lord with my voice unto the Lord did I make my supplication. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുന്നു. I pour out my complaint before him, I shoot before him my trouble. ഒറ്റപ്പെട്ടവന്റെ വിലാപം. 142 സങ്കീർത്തനം. ദാവീദ് ശൗലിന്റെ ഭീഷണി മൂലം അദുല്ലാം ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ നടത്തിയ പ്രാർത്ഥനയാണ്. ഒരു ഭക്തന്റെ പോരാട്ടത്തിൽ അവന്റെ പ്രധാന ആയുധങ്ങൾ കണ്ണീരും പ്രാർത്ഥനയുമാണ്. അവന് ധൈര്യവും പ്രത്യാശയും നൽകുന്നത് ദൈവമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നപരിഹാരത്തിനായി മനുഷ്യരെ ആശ്രയിച്ചിട്ടോ, ശ്രദ്ധിക്കണം, മനുഷ്യരെ ആശ്രയിച്ചിട്ടോ പല സ്ഥലത്തേക്കും ഓടിപ്പോയിട്ടോ കാര്യമില്ല. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്.
പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. മനുഷ്യനൊക്കെ സഹായിക്കാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ ആരുടെ മുമ്പിലാണോ കരയുന്നത്, അവൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതും അത്യന്തം പരമായ അനുഗ്രഹങ്ങളെ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തെ തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ആ ദൈവം 7 ആഴ്ച നീ തുടർന്ന് വന്നാൽ അനുഗ്രഹം തരാം എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. 7 ആഴ്ച മുടങ്ങാതെ വന്നാൽ അനുഗ്രഹം തരാം എന്നുള്ള കണ്ടീഷൻ മനുഷ്യനാ വെക്കുന്നത്. മരിച്ചുപോയ വിശുദ്ധരുടെ പേരിൽ നൊവേനയൊക്കെ ഉണ്ട്. അവരാരും പറഞ്ഞിട്ടില്ല ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ പേരിൽ 7 ദിവസം മുടങ്ങാതെ ഒരു നൊവേനയ്ക്ക് വന്നാൽ ഞാൻ അനുഗ്രഹിച്ചേക്കാമെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തമാണ്. ഇനി 7 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പനി പിടിച്ച് കിടന്നുപോയാൽ തീർന്ന്, പിന്നെ ഒന്നേന്ന് തുടങ്ങണം. എൻ്റെ കർത്താവൻ വിളിപ്പുറത്ത് വരുന്നവനാണ്. കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ആൻസർ യു. ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, കർത്താവിൻ്റെ ഫോൺ നമ്പർ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 കർത്താവിൻ്റെ ഫോൺ നമ്പറാണ് തന്നിരിക്കുന്നത്. കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ആൻസർ. വിളിക്കേണ്ടവനെ തന്നെ വിളിക്കണം, വേറെ ആരെയും കയറി വിളിക്കരുത്. മനുഷ്യരെ ആശ്രയിച്ചിട്ടോ പല സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ടോ കാര്യമില്ല. അവിടെ പല ആശ്രയ കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. ചതിക്കപ്പെടരുത്. ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു മാത്രം. വേറെ ആരുടെയും മധ്യസ്ഥം അപേക്ഷിച്ച് അല്ലെങ്കിൽ വിളിച്ച് മറ്റാരുടെയെങ്കിലും മധ്യസ്ഥം ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഒരിടത്തും ഇല്ല. യേശുവിൻ്റെ അമ്മയെ വിശുദ്ധ മറിയം പോലും അത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് വരരുത്, അവൻ്റെ അടുത്ത് പോ. അമ്മ കാണിച്ചു തരുന്നത് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെയാണ്. അമ്മ വിരൽ ചൂണ്ടി കാണിക്കുന്നത് പുത്രനെയാണ്. പക്ഷെ ലോകം കണ്ടത് അമ്മയുടെ വിരല, പുത്രനെ കണ്ടില്ല. അതാ പ്രശ്നം. ബൈബിളിലുള്ള അമ്മ പുത്രനെ ചൂണ്ടിക്കാണിച്ചു. ബൈബിളിൽ ഇല്ലാത്തൊരു മാതാവുണ്ട്. ആ മാതാവ് എൻ്റെ അടുത്ത് വന്ന് അപേക്ഷിക്ക്, എന്നെ വിളിച്ചപേക്ഷിക്ക്, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്, നിനക്ക് അനുഗ്രഹം തരുമെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ അമ്മ പറയാത്തൊരു കാര്യമാണ്. അമ്മ പറഞ്ഞത് പുത്രനെ അനുസരിക്കാനാ. കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ആൻസർ യു. പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയിട്ട് കാര്യമില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചിന്റെ ശക്തിയാൽ ഭാവി കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് വഞ്ചിക്കപ്പെടരുത്. ഒരു മനുഷ്യനും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും. വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം, തെറ്റിപ്പോകരുത്. സ്തോത്രം. ഒരു മനുഷ്യനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയില്ല. രക്ഷിപ്പാൻ കഴിയാത്ത ഊമ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്കും പോകരുത്. വളരെ വളരെ ശ്രദ്ധയോടെ പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണിത്. മൂകവിഗ്രഹങ്ങളെ ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുതെന്ന് ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പക്ഷിമൃഗാദികളുടെയോ വിഗ്രഹങ്ങളുണ്ടാക്കി രൂപങ്ങളുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ രൂപങ്ങളൊന്നും കണ്ടില്ലല്ലോ, ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ. എന്നാൽ ഞാൻ കേട്ടു, ഒരു പുരോഹിതൻ ജനത്തിനെ പഠിപ്പിക്കുകയാണ്. അന്ന് ദൈവം സംസാരിച്ചപ്പോൾ രൂപങ്ങളൊന്നും കണ്ടില്ല, രൂപമൊന്നും കണ്ടില്ല. കാണാത്തവരുണ്ടാക്കേണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഉണ്ടാക്കും. കാരണം പുതിയ നിയമത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും സ്പർശിച്ചതുമായ യേശുവിനെ. അതുകൊണ്ട് ഞങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കുമെന്ന്. ജനങ്ങൾ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ജനങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കണേ. ആര് പറയുന്നതനുസരിക്കും? കർത്താവ് പറയുന്നതനുസരിക്കുവോ അതോ മതപുരോഹിതൻ പറയുന്നതനുസരിക്കുവോ? വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ദൈവമാ പറഞ്ഞേ. പിന്നെ ഈ മണ്ണാങ്കട്ടയ്ക്ക് എവിടുന്ന് അധികാരം കിട്ടിയത് ഞങ്ങൾ ഉണ്ടാക്കുമെന്ന്? സഹോദരങ്ങളെ, നിങ്ങൾ ആരെ അനുസരിക്കും? നമ്മുടെ കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ഒരു ഹിപ്പി ക്രിസ്തു അല്ല. മുടി നീട്ടി വളർത്തിയത് ബൈബിളിലെ കർത്താവല്ല. യഹൂദന് മുടി വളർത്താൻ പാടില്ല. യേശു ക്രിസ്തു മുടി നീട്ടി വളർത്തിയില്ല. കാരണം വചനത്തിൽ പറയുന്ന പുരുഷൻ മുടി നീട്ടി വളർത്താൻ പാടില്ല എന്ന്. അതവന് അപമാനമാണെന്നാ പറഞ്ഞ്. അപ്പോൾ കർത്താവ് എങ്ങനെ ആ വചനം ലംഘിക്കും? എന്നാൽ പരിശുദ്ധാത്മാവരോ വചനം പഠിപ്പിക്കുന്നവർ ഈ ഭൂമിയിലുണ്ട്. അവർ പറയും അത് പുതിയ നിയമത്തിൽ ആണ് എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. മുടി നീട്ടി വളർത്താൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, പൗലോസാ പറഞ്ഞതെന്ന്. പരിശുദ്ധാത്മാവിനെ ബൈബിള് പഠിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. എനിക്ക് വേറൊന്നും പറയാനല്ലേ, എനിക്ക് എൻ്റെ കർത്താവ് പറയുന്നതേ പറയാൻ പറ്റുള്ളൂ. മൂകവിഗ്രഹത്തിന്റെ മുമ്പിൽ പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. ആണിൻ്റെയോ പെണ്ണിൻ്റെയോ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കരുത്. അവയ്ക്ക് കണ്ണുണ്ട്, കാണുന്നില്ല. ചെവിയുണ്ട്, കേൾക്കുന്നില്ല. കൈയുണ്ട്, സ്പർശിക്കുന്നില്ല. കാലുണ്ട്, നടക്കുന്നില്ല. പിന്നെ എന്തു ചെയ്യും? ഈ മുൻപിൽ കൊണ്ടു വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹത്തിനും
നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയത്തില്ലെന്നറിയാലോ. സ്തോത്രം. വടക്കേ ഇന്ത്യയിൽ SJ ഫാദേഴ്സിന് ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ പള്ളിയിലെ അൾത്താരയിൽ വച്ചിരിക്കുന്നത് സർക്കരാരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? ശിവന്റെ ലിംഗം. ആ ലിംഗത്തിൻ്റെ അകത്താണ് ഓസ്തി, തിരുവോസ്തി അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ശരീരം സൂക്ഷിക്കുന്നത്. അവിടുത്തെ സുപ്പീരിയർ പറഞ്ഞെന്താണെന്നറിയാമോ? ഞങ്ങളുടെ ഈ ദേശം മുഴുവനും ശിവലിംഗ ആരാധകരാണ്. അപ്പോൾ അവർ ആ ആലയത്തിലേക്ക് വരുമ്പോൾ ആ ശിവലിംഗം കാണുമ്പോൾ അവർക്ക് ഒരു ദൈവിക അനുഭവം ഉണ്ടാകുമെന്ന്. ഇതാരുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണെന്നറിയാവോ? സാധാരണക്കാരൻ്റെ തലയിൽ ഉദിച്ചതല്ല, പുരോഹിത നിന്റെ തലയിൽ ഉദിച്ച ഐഡിയയാണ്. ഇതേപോലെ ദൈവത്തെ, കർത്താവിനെ അവഹേളിക്കുന്ന ഒരു വർഗം. ഞാൻ മതപുരോഹിതന്മാർക്കെതിരെയായി സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജനത്തെ തെറ്റിച്ചു കളഞ്ഞാൽ അതിന്റെ ശാപം പുരോഹിത നിനക്കായിരിക്കും. മൂകവിഗ്രഹങ്ങളുടെ മുമ്പിൽ പോകരുത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് എന്താ? കുഞ്ഞുങ്ങളെ വിഗ്രഹത്തിന്റെ നടുവിൽ നിന്ന് ഓടി അകലാനാ. ഇവിടെ ഒരു പുരോഹിതൻ പറയണം, നമ്മൾ വണങ്ങും, ആരാധിക്കും, മുട്ടുകൊത്തും, തൊട്ടുമുത്തും. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നത്, My people are destroyed because they have no knowledge. You priests have refused to learn, so I will refuse to let you be priests for me. അജ്ഞത മൂലം എന്റെ ജനം നശിക്കുന്നു, അതിന് പുരോഹിത നീയാണ് കാരണക്കാരൻ. ഞാനും നിന്നെ ത്യജിക്കുമെന്നാ പറയുന്നത്. അപ്പം മൂകവിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ട് ജനത്തിനെ നിർത്തരുത്. ഇത് ഞാൻ പറയുന്നതാണ്, കർത്താവല്ലേ പറയുന്നത്. ഇനിയെങ്കിലും ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ജനത്തെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാത്ത വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് പോകരുത്. അവർക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുകയില്ല, കണ്ണുണ്ടെങ്കിലും കാണുകയില്ല. നാം ചെല്ലേണ്ടത് കാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്. നമ്മുടെ ദൈവം മരിച്ച് ഉയർത്ത് ഇന്നും ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടവന്റെ വിലാപം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് തന്ന ഈ ദിനത്തിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നിരിക്കുന്ന വിശുദ്ധ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം കൊടുത്തല്ലോ. തകർക്കപ്പെട്ടവന്റെ വിലാപത്തിൽ നീ ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചു. ദാവീദ് ഗുഹയിൽ കയറി തന്റെ പ്രാർത്ഥന കഴിച്ചപ്പോൾ ദാവീദിനെ ശക്തീകരിച്ച ദൈവമേ, ഞങ്ങളുടെ പ്രയാസങ്ങളുടെ മുൻപിൽ നിന്നിൽ നിന്ന് അകന്നു പോകാതെ, ഒരു മനുഷ്യരിലും ആശ്രയിക്കാതെ, ജീവനില്ലാത്ത ഒന്നിനും ആശ്രയിക്കാതെ, ജീവനുള്ള ദൈവമേ, ഞങ്ങളെ അറിയുന്നപ്പ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും നിന്റെ മേൽ ഇടുന്നപ്പ, അവിടുത്തെ കരം വെച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങൾക്ക് സൗഖ്യം തന്നതിനായി, വിടുതൽ തന്നതിനായി നന്ദി പറയുന്നപ്പ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ദുഷ്ടൻ വിരിച്ചിരിക്കുന്ന വലകളിൽ കുഞ്ഞുങ്ങൾ വീണു പോകാതെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളെയും കോളേജസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്ന് ലോബികളുടെ വലയിൽ കുഞ്ഞുങ്ങൾ വീണ് അവരുടെ ഭാവി നശിച്ചു പോകാതെ അവിടുന്ന് അവരെ കാത്തുകൊള്ളണമേ. ദൂതന്മാരുടെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ കൂടെ വിടുന്നതിനായി സ്തോത്രം. മക്കൾക്ക് സ്വർഗീയ പരിജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. പ്രത്യേകമായി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സ്തോത്രം, സ്തോത്രം. വിശേഷാൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ള മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിൽ തന്നെ രോഗികളായിട്ടുള്ളവരുണ്ടല്ലോ കർത്താവേ, അവിടുത്തെ അടിപ്പിണരുകളാൽ ഹല്ലേലൂയ പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കയാൽ സ്തോത്രം. ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും രോഗാവസ്ഥയിലായിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യം ഓരോ മക്കളുടെ മേൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ തിരുവചനപ്രകാരം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള വചനപ്രകാരം ഞങ്ങൾ ഓരോരുത്തരും അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് അനുഗ്രഹിച്ച് മാനിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
കുഴിച്ചുള്ള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിപ്പവൻ ദാഹജലം തരുമേ നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനെൻ